നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 23 വ്യാഴാഴ്ചയാണ്. ആദ്യം നമുക്ക് ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. വാൾസ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെല്ലാം വീണ്ടും ഉയർന്നു. ഡൗ ജോൺസ് 0.30% ഉയർന്നത്. S&P 500 0.61%, നാസ്ഡാക്ക് ആണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്, 1.28% ഉയർന്നു. S&P 500ലെ ബിഗ്ഗസ്റ്റ് ഗെയിനേഴ്സ് ആയി മാറിയത് ടെക്നോളജി സെക്ടർ ആയിരുന്നു, 2.5% ഉയർന്നു. അതിൽ തന്നെ ഹോളിഡേ ക്വാർട്ടറിൽ റെക്കോർഡ് വരുമാനം കൂട്ടിച്ചേർത്ത് നെറ്റ്ഫ്ലിക്സ് 9.7% ഇന്നലെ ഉയർന്നത്. ഇന്നലെ US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഏറ്റവും കൂടുതൽ ഫോക്കസിൽ ഉണ്ടായിരുന്നത് റിസൾട്ടുകൾക്ക് ശേഷം HDFC ബാങ്ക് ആയിരുന്നു, 3% ഉയർന്നു. ICICI ബാങ്ക് 0.25% ഇടിയുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ടെക്നോളജി സ്റ്റോക്കുകളാണ് US ഇന്നലെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇൻഫോസിസ് ഇന്നലെ 2.17% നേട്ടമുണ്ടാക്കി. വിപ്രോ 3.98% ഉയർന്നു. ഡോക്ടർ റെഡ്ഡി 2% നേട്ടവുമാണ് ഉണ്ടാക്കിയത്. യൂറോപ്യൻ വിപണിയും ഇന്നലെ ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് പുതിയ റെക്കോർഡ് ഹൈ ഇന്നലെ ടച്ച് ചെയ്തു. സ്പോർട്സ് വിയർ ജയന്റ് ആയ അഡിഡാസ് ഇന്നലെ 6% നേട്ടം അവിടെ ഉണ്ടാക്കി. ഇനി സ്വർണത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ട്രംപിന്റെ അനിശ്ചിതത്വങ്ങൾ സുരക്ഷിതമായ സ്വർണത്തെ ഓൾ ടൈം ഹൈക്ക് അരികിലെത്തിക്കുകയാണ്. ഇന്നലെ കേരളത്തിലെ സ്വർണ്ണവില ഇത് ആദ്യമായി 60,000 എന്ന മാർക്ക് ക്രോസ് ചെയ്തിരിക്കുന്നു. 60,200 ഇന്നലത്തെ കേരളത്തിലെ ഗോൾഡ് പ്രൈസ്. ക്രിപ്റ്റോ സെഗ്മെന്റിൽ ബിറ്റ്കോയിൻ 1,09,000 എന്ന ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും തിരികെ താഴേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $1,03,000. ഓയിൽ ഇന്നലെ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ ധാരാളം പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് HDFC ബാങ്കിന്റെ റിസൾട്ട് പോസിറ്റീവ് തന്നെയാണ്. നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഹാമർ കാൻഡിലാണ് ഇന്നലെ ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. പക്ഷേ ഒരു റിവേഴ്സലിന്റെ സൂചനകൾ ഒന്നും കൃത്യമായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയില്ല. കാരണം വരും ദിവസങ്ങളിലെ നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് മാത്രമേ നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. FISന്റെ സെല്ലിങ്ങിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നത് വലിയൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. ഏതായാലും നമുക്ക് ഇന്നത്തെ മാർക്കറ്റിന്റെ പെർഫോമൻസിനായി കാത്തിരിക്കാം. ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മൾ ഇവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മൾ എല്ലാ വ്യൂസും ആ ഗ്രൂപ്പിൽ തന്നെയാണ് നൽകാറുള്ളത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വാട്സ്ആപ്പ് ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ കാനഡ, മെക്സിക്കോ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ 10 മുതൽ 25% വരെ താരിഫ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. ഫെബ്രുവരി 1 മുതലാണ് നിലവിലെ താരിഫുകൾ നിലവിൽ വരിക. USന്റെ പുതിയ താരിഫ് നയങ്ങളിൽ ഇന്ത്യയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇനി ഇപ്പോഴത്തെ US താരിഫുകളോടുള്ള ഇന്ത്യയുടെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ ട്രംപിന്റെ ഭരണത്തിന് കീഴിലുള്ള US താരിഫുകൾ പരിഹരിക്കുന്നതിനുള്ള ഒന്നിലധികം ഓപ്ഷനുകൾ ഇന്ത്യ വിലയിരുത്തുന്നു. മേഖല നിർദ്ദിഷ്ട കരാറുകൾ ഉൾപ്പെടെയാണിത്. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ട് വ്യാപാര കരാറുകൾ ഉണ്ടാക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യാപാര നയരേഖ US പുറത്തിറക്കി. ഇന്ത്യക്കും USനും ഗുണകരമാകുന്ന കരാറുകൾ ചർച്ച ചെയ്ത് USുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ട് ഇന്ത്യ ഇതിനെ കാണുന്നു. ഏതായാലും വരുന്ന മാസങ്ങളിൽ തന്നെ നമുക്ക് USന്റെ ഇന്ത്യയുമായുള്ള നിലപാട് എന്താണ് എന്ന് വ്യക്തമാകും. അത് ഇന്ത്യൻ വിപണിക്ക് നേട്ടമുണ്ടാക്കുന്ന തരത്തിലായിരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തതായി HDFC ബാങ്കിന്റെ റിസൾട്ടിലേക്കാണ്. HDFC ബാങ്ക് ഇന്നലെ അവരുടെ റിസൾട്ട് പുറത്തുവിട്ടിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 2% വർധനമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 16,736 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയിട്ട് തന്നെയാണ് റിസൾട്ടുകൾ പുറത്തു വന്നത്. കിട്ടാക്കടങ്ങളുടെ വർധനവും അഡ്വാൻസുകളിലെ മന്ദഗതിയിലുള്ള വളർച്ചയുമാണ് ലാഭ വളർച്ചയെ ബാധിച്ചത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഒരു വർധനമുണ്ടായിരിക്കുന്നു. 8% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 30,650 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ സ്റ്റേബിൾ ആയി തന്നെ തുടരുന്നു. അസറ്റ് ക്വാളിറ്റിയിൽ ഒരു ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് നോൺ പെർഫോമിംഗ് അസറ്റ്സ് കഴിഞ്ഞ ക്വാർട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ വർധനമാണ് വന്നത്. ഇനി കമ്പനിയുടെ ചീഫ് ഫിനാൻസിംഗ് ഓഫീസറായ ശ്രീനിവാസൻ വൈദ്യനാഥൻ പ്രസ്താവിച്ചതുപോലെ 2026 സാമ്പത്തിക വർഷത്തോടെ ക്രെഡിറ്റിനേക്കാൾ വേഗത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത്. ഏതായാലും HDFC ബാങ്കിന്റെ Q3 റിസൾട്ട് നമുക്ക് പോസിറ്റീവായി തന്നെ കാണാം. പ്രത്യേകിച്ച് ഇന്നലെ US ADRൽ HDFC ബാങ്ക് 3% നേട്ടമുണ്ടാക്കിയിരുന്നു. അടുത്തതായി ഇന്നലെ പുറത്തു വന്ന ഹിന്ദുസ്ഥാൻ യൂണിലിവർ HULന്റെ റിസൾട്ടിലേക്കാണ്.
നെറ്റ് പ്രോഫിറ്റിൽ 19.1% വർധനമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 3001 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 1.4% വർധനവ് രേഖപ്പെടുത്തി 15,408 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 0.8% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. ക്വാളിറ്റി വാൾസ് ഐസ്ക്രീം ബിസിനസിന്റെ വിഭജനത്തിന് ബോർഡ് അംഗീകാരം നൽകുകയും ചെയ്തു. അടുത്തത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ എന്ന കമ്പനിയാണ്. ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ നെറ്റ് പ്രോഫിറ്റിൽ 93.9% വർധനമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 4,649.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 10.1% വർധനവ് രേഖപ്പെടുത്തി 1,13,135.8 കോടി രൂപയാണ് റവന്യൂ ആയി രേഖപ്പെടുത്തിയത്. എബിറ്റയിൽ 68% വർധനവും കമ്പനി രേഖപ്പെടുത്തി. കൂടാതെ കംപ്രസ്ഡ് ബയോഗ്യാസ് സ്ഥാപിക്കുന്നതിനായി പ്രാജ് ഇൻഡസ്ട്രീസുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ ബോർഡ് അംഗീകാരം നൽകി. അടുത്തത് പേഴ്സിസ്റ്റന്റ് സിസ്റ്റമാണ്. നെറ്റ് പ്രോഫിറ്റിൽ 14.8% വർധനവ് കമ്പനി രേഖപ്പെടുത്തി 373 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5.7% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിലുള്ള കണക്കായിരുന്നു അത്. അടുത്തതായി ഗ്രാവിറ്റ ഇന്ത്യ എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 29.3% വർധനവ് രേഖപ്പെടുത്തി 78 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 31.5% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി 996.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ് എന്ന കമ്പനിയാണ്. ഗ്രോസ് റിട്ടേൺ പ്രീമിയത്തിൽ 10.3% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. പ്രോഫിറ്റിൽ 176.7% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 119 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. അസറ്റ് അണ്ടർ മാനേജ്മെന്റിൽ 27% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. അടുത്തത് പാരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ്. 2028ഓടെ നവി മുംബൈയിൽ ഒപ്റ്റിക്സ് പാർക്ക് സ്ഥാപിക്കാൻ മഹാരാഷ്ട്ര സർക്കാരുമായി കമ്പനി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. 10 വർഷത്തിനുള്ളിൽ 12,000 കോടി രൂപയാണ് നിക്ഷേപിക്കുക എന്നാണ് പറയുന്നത്. ഇന്ന് റിസൾട്ട് പുറത്തുവരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ നോക്കാം. അൾട്രാടെക് സിമന്റ്, ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, ഇൻഡസ് ടവേഴ്സ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി ഗ്രീൻ എനർജി, ആംബർ എന്റർപ്രൈസസ് ഇന്ത്യ, കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ, സിയന്റ് ഗ്രീവ്സ് കോട്ടൺ, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, കെയ്ഫിൻ ടെക്നോളജീസ്, മാൻകൈൻഡ് ഫാർമ, എംഫസിസ്, നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ്, സെനോറസ് ഫാർമസ്യൂട്ടിക്കൽസ്, സോന BLW പ്രിസിഷൻ ഫോർജിങ്സ്, സ്പന്ദന സ്പോട്ടിഫൈ ഫിനാൻഷ്യൽ, സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, സിൻജെയിൻ ഇന്റർനാഷണൽ, തേജസ് നെറ്റ്വർക്ക്, തൈറോ കെയർ ടെക്നോളജീസ്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, V2 റീറ്റെയിൽ, സി എന്റർടൈൻമെന്റ് തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഇന്ത്യ മാർട്ട് ഇന്റർമെഷ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബന്ധൻ ബാങ്ക്, കാൻഫിൻ ഹോംസ്, ഡിക്സോൺ ടെക്നോളജീസ്, L&T ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്, മഹാനഗർ ഗ്യാസ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഇടയിലെ ധാരാളം സുഹൃത്തുക്കൾക്ക് ഓപ്ഷൻസിനെ കുറിച്ച് വലിയ ധാരണയില്ലാതെ ഒരുപാട് പണം കളയുന്നവരുണ്ട്. അപ്പോൾ ഓപ്ഷന്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയുന്ന വെറും 4 ദിവസത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. 25 സീറ്റുകൾ മാത്രമേ ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് പരമാവധി എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. 2000 രൂപയാണ് കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FISന്റെ സെല്ലിങ്ങിൽ ഇനിയും ഒരു കുറവുണ്ടായിട്ടില്ല. 4,026 കോടി രൂപയ്ക്കാണ് FIS സെല്ല് ചെയ്ത്. DIS ആവട്ടെ 3,640 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ നേട്ടത്തിലാണ്, 0.54% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. സിംഗപ്പൂർ മാർക്കറ്റ് 0.38% നേട്ടത്തിലാണുള്ളത്. കോസ്പി മാർക്കറ്റ് 0.90% ഇടിവിലും. എന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 23,145 എന്ന നിലയിലാണ്. അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഏകദേശം 50 മുതൽ 55 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ സാധ്യത കാണിക്കുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങൾ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ള ആശങ്കയിൽ ബുധനാഴ്ച ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 0.37% ഇടിവാണ് രേഖപ്പെടുത്തിയത്. WTI 0.51% ഇടിഞ്ഞു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $78.80 പെർ ബാരൽ എന്ന നിലയിൽ 0.15% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $75.25 പെർ ബാരൽ എന്ന നിലയിൽ 0.25% ഇടിവിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 23,155 130 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്.
ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, 23,000 മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ഒരു പോസിറ്റിവിറ്റി തന്നെയാണെന്ന്. അതുപോലെ കൃത്യമായി തന്നെ ആ 23,000 സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് ഇന്നലെ നിഫ്റ്റി തിരിച്ചു കയറിയത്. അതായത് 23,000 ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു എന്ന് വേണം കാണാൻ. ആദ്യം നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 23,168 എന്ന ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ്. കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് നിഫ്റ്റി ഉണ്ടായിരുന്ന ഒരു സോണായിരുന്നു 23,205 മുതൽ 23,360 വരെയുള്ള സോൺ. ഈ സോണിലേക്ക് എത്തുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് ഈ സോണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 23,500 ലെവൽ തന്നെയാണ്. ഡൗൺ സൈഡിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള 23,000 ആണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം 22,800 ആണ് ശ്രദ്ധിക്കേണ്ട ഒരു ലെവലായി വരുന്നത്. ഇന്നലത്തെ ഡെയിലി ക്യാൻഡിലിൽ ഒരു ഹാമർ ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതും ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,500 ആണ്. അതിനുശേഷം 24,000 സ്ട്രൈക്കും അതിനുശേഷം 23,300 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000, അതിനുശേഷം 22,000 സ്ട്രൈക്കും അതിനുശേഷം 22,900 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,300 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ക്രൂഷ്യൽ ആയിട്ടുള്ള 23,000 തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം ATM സ്ട്രൈക്കായി 23,150 സ്ട്രൈക്കിൽ 229% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിൽ 134% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് ഉണ്ട്. 23,100 സ്ട്രൈക്കിൽ 200% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് ആണ്. എന്നാൽ കോൾ സൈഡിൽ 90% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കാണുന്നത്. 23,200 സ്ട്രൈക്കിൽ 23% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. എന്നാൽ ആ സ്ട്രൈക്കിൽ മാത്രം കോൾ സൈഡിൽ 56% വർധനവ് കാണാം. കുറച്ചുകൂടി ഒരു മുൻതൂക്കം കാണുന്നത്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണുന്നത് കോൾ സൈഡിലാണ്. 23,100 സ്ട്രൈക്കിലും 23,150 സ്ട്രൈക്കിലും മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നതെന്ന് കാണാം. എന്നാൽ 23,200 സ്ട്രൈക്കിൽ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ആണ് കുറച്ച് ശക്തി ആർജിച്ച് നിൽക്കുന്നതും എന്നും കാണാൻ കഴിയുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,724 153 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ ഉണ്ടായിരിക്കുന്ന ഡെയിലി ക്യാൻഡിൽ ഒരു പിൻബാറിന് സമാനമായ ക്യാൻഡിലാണ്. ഈ ഒരു പിൻബാർ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ബാങ്ക് നിഫ്റ്റി 49,000 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പിൻബാറിന്റെ ഹൈ എന്ന് പറയുന്നത് 48,778 ആണ്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ നല്ലൊരു റിക്കവറി തന്നെയാണ് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ആദ്യം നമ്മൾ പറഞ്ഞ 49,000 ഒന്ന് ശ്രദ്ധയോടെ വാച്ച് ചെയ്യേണ്ട ലെവലാണ്. അതിനുശേഷം 49,400 നമ്മൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കേണ്ട മറ്റൊരു ലെവൽ കൂടിയാണ്. ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ലെവൽ 48,287, തുടർന്ന് 47,439 അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 53,000, അതിനുശേഷം 52,000 സ്ട്രൈക്കും അതിനുശേഷം 51,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 46,000, അതിനുശേഷം 45,000 സ്ട്രൈക്ക് അതിനുശേഷം 47,000 സ്ട്രൈക്കുമാണ്. മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,000. ഒടുവിൽ 4 ദിവസത്തെ നേട്ടത്തിന് ശേഷം ഇന്നലെ ഇന്ത്യ വിക്സ് ഇടിഞ്ഞു. 16.77 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത്. 1.66% ഇടിഞ്ഞത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഇനി നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ അനലൈസ് ചെയ്തത് OI ഡാറ്റ വെച്ചിട്ടാണ്. ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ എടുത്തിരിക്കുന്നത് OI പൾസ് എന്ന സൈറ്റിൽ നിന്നാണ്. യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൈറ്റ് തന്നെയാണിത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൂടി നമ്മൾ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഉപകാരമാവുകയും ചെയ്യും. ഇനി നമ്മളിവിടെ ഷെയർ ചെയ്ത എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.